ഹായ്, ഞാൻ എൽസ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ യൂട്യൂബ് ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഒരു 1 ഇയർ മുന്നേ സ്റ്റാർട്ട് ചെയ്ത ചാനലാണ്. പക്ഷെ ഞാൻ അതിലേക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഇപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇറ്റ്സ് ബീൻ ലൈക്ക് ഒരു 2 months ആയിട്ടുള്ളൂ. 2 months അടുത്താവുന്നുള്ളൂ. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന കണ്ടന്റും നമ്മൾ എന്ത് ചെയ്താലും അതിന് നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഉണ്ടെന്ന് എനിക്കറിയാം. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2 കമന്റ് അതിന്റെ റിപ്ലൈ ഞാനിന്ന് കൊടുക്കുന്നതായിരിക്കും. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആ കമന്റ് എന്ന് പറയുന്നത് എനിക്ക് തന്ന കമന്റ് ആണെങ്കിലും അതില് ഒത്തിരി കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഓക്കെ, വിതൗട്ട് ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാൻ കമന്റ് ഇവിടെ സൈഡിൽ പിൻ ചെയ്തേക്കാം. ഷൂട്ട് ചെയ്യുന്ന ഫോണിലാണ് അത് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വേറെ ഫോണിൽ നിന്ന് വായിക്കുന്നത് കേട്ടോ. ഓക്കെ, അയച്ചിരിക്കുന്നത് ജയന്ത് 405 ആ ചേട്ടനാണ്. ഒരു 32 മിനിറ്റിന് മുന്നെയാണ് അയച്ചിരിക്കുന്നത്. ഞാൻ ഒരു നടിയുടെ നഗ്ന വീഡിയോ പുറത്തിറങ്ങി ലീക്കായതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിരുന്നു. അതിനടിയിൽ വന്നിട്ടുള്ള കമന്റുകളാണ്. ഓക്കെ, ഇവൾക്ക് പേടിക്കാനില്ല. ഇവൾ തുണി അഴിച്ചിട്ട് മറൈൻ ഡ്രൈവിൽ കൂടി നടന്നാൽ പോലും ആരും നോക്കില്ല. അത്രയ്ക്ക് വിരൂപ അല്ലേ? ആണോ ഗൈസ്? എന്റെ മുഖത്തേക്കൊന്ന് നോക്കൂ. ഞാൻ അത്രയ്ക്ക് വിരൂപയാണ്. വിരൂപ എന്നത് കൊണ്ട് ചേട്ടൻ ഉദ്ദേശിച്ചത് എന്റെ നിറമാണോ അതോ എന്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ആണോ എന്താണെന്നും കൂടെ മെൻഷൻ ചെയ്താൽ കൊള്ളാം, മിസ്റ്റർ ജയന്ത് 405. ഓക്കെ, അത് കഴിഞ്ഞും ചേട്ടന് ആശ്വാസമായില്ല. അത് കഴിഞ്ഞ് വീണ്ടും ചേട്ടന്റെ ഒരു കമന്റ് ആ 32 മിനിറ്റ് മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട്, ആ സെയിം വീഡിയോയുടെ അടിയിൽ തന്നെ. പെണ്ണിന്റെ ശത്രു പെണ്ണ് തന്നെയാണ്. കണ്ടില്ലേ ഈ താടക ഈ കണ്ടന്റ് വീഡിയോ ആക്കിയത്? ഇവരുടെ നഗ്ന വീഡിയോ ഇട്ടാൽ പോലും റീച്ച് കിട്ടില്ല. അത്രയ്ക്ക് വിരൂപയാണ് ഈ യൂട്യൂബർ. പക്ഷേ ഒരു നടിയുടെ വീഡിയോ ഇറങ്ങി എന്ന് പറഞ്ഞ് ആൾക്കാരെ അറിയിച്ച് റീച്ച് കൂട്ടി പൈസ ഉണ്ടാക്കാമെന്ന കഴുകൻ മനസ്സ്. നായിന്റെ മോളെ, നീ നിന്റെ മുഖം കാണാതെ വീഡിയോ ചെയ്യൂ, അറപ്പാകുന്നു. 2 നേരം കുളിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. പുള്ളി എന്റെ അടുത്ത് വന്നിട്ടില്ല നാറ്റം ഓടിക്കാൻ, പുള്ളിക്ക് നാറാനും അറപ്പ് വരാനും. ഓക്കെ, അതൊക്കെ വിട്. പിന്നെ ഈ തെറിവിളി, അത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അറപ്പ് വരുന്നതൊക്കെ പോട്ടെ, അതൊക്കെ പുള്ളിയുടെ പേഴ്സണൽ കാര്യം. വീട്ടില് ഉള്ളവരുടെ ആയിട്ടുള്ള അതൊക്കെ എങ്ങനെയാ നമുക്ക്, ഞാൻ ആരെയും പറയുന്നില്ല. വീട്ടിലിരിക്കുന്ന ചിലപ്പോ ആ ചേച്ചി പാവമായിരിക്കും, പുള്ളി പറയുന്നത്. പക്ഷെ എങ്ങനെ ഇങ്ങനത്തെ ഒരുത്തിനെ സഹിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിപ്പോ എനിക്ക് വന്നൊരു കമന്റ്, ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്തു എന്നതിന് എനിക്ക് കിട്ടിയ കമന്റ് ആണ്. പുള്ളിയുടെ ടൈം സ്പെൻഡ് ചെയ്ത് എനിക്ക് വേണ്ടി പുള്ളി ആ കമന്റ് ഇട്ടതിന് ഞാൻ പുള്ളിയോട് നല്ലൊരു താങ്ക്സ് പറയുന്നു. അപ്പൊ ഞാൻ അതിൽ ടൈപ്പ് ചെയ്ത് മറുപടി കൊടുത്തു. പക്ഷെ എന്നാലും എത്രത്തോളം എനിക്ക് അതിനുള്ള ക്ഷമയൊന്നുമില്ല ഒത്തിരി ഇരുന്ന് ടൈപ്പ് ചെയ്യാനുള്ള. അപ്പൊ ഞാൻ ഓർത്ത് തന്നാ പിന്നെ ചേട്ടനോട് ഡയറക്റ്റ് അങ്ങ് സംസാരിക്കാം. എന്തായാലും ചേട്ടൻ എന്റെ വീഡിയോ കാണും. ഞാൻ കൃത്യമായി തംബ്നെയിൽ കൊടുത്തിട്ടാണ് വീഡിയോ ചെയ്തത്. അതിൽ നടിയുടെ നഗ്ന വീഡിയോ ലീക്ക് ആയതിനെ കുറിച്ചാണ് ഈ വീഡിയോ എന്ന് തംബ്നെയിലും കൊടുത്തിരുന്നു. ഞാൻ ഇൻട്രോ പറയുമ്പം ഏത് സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നതിനെ കുറിച്ചും എന്ന് ഞാൻ പറയുന്നുണ്ട്. ചേട്ടൻ പിന്നെ എന്നാത്തിന് ആ വീഡിയോയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്തത്? ഫുട്ബോൾ കളി കാണാനോ അതോ തൃശ്ശൂർ പൂരം കാണാനോ? നിങ്ങൾ തപ്പിത്തെറിഞ്ഞ് വന്നിട്ടല്ലേ എന്റെ വീഡിയോ കണ്ടത്? അല്ലെ നിങ്ങൾ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്ത് കാണണം, അല്ലെ നിങ്ങൾക്ക് സജഷൻ വന്ന് കാണണം, നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ വന്ന് കാണണം. നിങ്ങൾ ഏത് ടൈപ്പ് വീഡിയോ ആണോ സെർച്ച് ചെയ്യുന്നത് അതുപോലെയുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് വീണ്ടും വരുന്നത്. ചേട്ടന്റെ വീട്ടിലുള്ളവർ ചേട്ടന്റെ സെർച്ച് ഹിസ്റ്ററി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. പോട്ടെ. പിന്നെ ഞാൻ മറൈൻ ഡ്രൈവിൽ കൂടെ തുണിയില്ലാതെ നടക്കുന്ന കാര്യത്തെ കുറിച്ച്, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ മറൈൻ ഡ്രൈവിലല്ല ഉള്ളത്. തുണി ഇട്ട് നടക്കണോ തുണി ഇടാതെ നടക്കണോ എന്നുള്ളത് എന്റെ സ്വാതന്ത്ര്യമാണ്. ഓക്കെ, ഏത് തുണി ഇടണം എന്നുള്ളതും എന്റെ സ്വാതന്ത്ര്യമാണ്. ആൾക്കാരെ കാണിക്കാനോ ആൾക്കാരെ നോക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ തുണി ഇടുന്നത്. എന്റെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ തുണി ഇടുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ നടന്നാൽ ആൾക്കാർ നോക്കില്ല, ഇങ്ങനെ നടന്നാൽ ആൾക്കാർ നോക്കില്ല. എനിക്ക് ആൾക്കാരെ കാണിക്കേണ്ടതേ, എനിക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതെല്ലാം വിടും. ഇപ്പൊ കറണ്ട് അഫെയർ നമുക്ക് നോക്കാം. നമ്മുടെ ഈ നടിയല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഒരു പ്രമുഖ നടിയെ പീഡിപ്പിച്ചു എന്നുള്ള കേസ് ഇപ്പൊ ചൂടായിട്ട് ചർച്ചയോടെ പല ചാനലുകളിലും പുറത്തു വന്നിട്ടുണ്ട്. ഈവൻ റിപ്പോർട്ടർ ചാനലിൽ അടക്കം. പീഡിപ്പിച്ച ആളുടെ പേര് പുറത്തുണ്ട്, അതിന് കൊട്ടേഷൻ കൊടുത്ത ആളുടെ പേര് പുറത്തുണ്ട്. ചേട്ടൻ ഇവരുടെയൊക്കെ അക്കൗണ്ടിൽ പോയി
സംസാരിച്ചായിരുന്നോ? അല്ല, അത്രയ്ക്ക് ധൈര്യമുള്ള ആളാണെങ്കിൽ ആ നടിയെ പീഡിപ്പിച്ച വാർത്ത പുറത്തിപ്പോ എല്ലാരും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അതും ചർച്ച ചെയ്തതിനെ കുറിച്ചിട്ട് ചേട്ടൻ പോയി അവർക്ക് കമന്റ് ഇട്ടായിരുന്നോ? അല്ല, ഇത്ര സാമൂഹിക ബദ്ധതയുള്ള ഒരു പൗരൻ, ഞാൻ ഫോട്ടോ സൈഡിൽ വെക്കുന്നുണ്ട്, ഒരു കുഞ്ഞിനെയും പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോയാണ്, അതുകൊണ്ട് ഫുൾ വെക്കാൻ പറ്റത്തില്ല. ജയന്തൻ. അതുകൊണ്ട് ഏതൊരു സ്ത്രീയോടെന്നല്ല ഞാൻ പറയുന്നത്, ആരുടെ വീഡിയോയ്ക്കാണെങ്കിലും ആരോട് സംസാരിക്കുമ്പോഴും മാന്യമായി സംസാരിക്കുക, തെറിപ്രയോഗങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഞാൻ നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട നിങ്ങളുടെ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ ആരുമല്ല എന്നെ വന്നിട്ട് നായിന്റെ മോളേന്നും മറ്റേതും മറിച്ചതും വിളിക്കാൻ. അങ്ങനെ കേട്ടോണ്ടിരിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ടാണ് ചേട്ടൻ എനിക്ക് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് ഇത്രയും ആലോചിച്ച് കമന്റ് ഇട്ടതിന് ചേട്ടനോട് നന്ദി പറയാൻ ഒരു പ്രത്യേകം വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. ഇതുപോലെ പലർക്കും ഇങ്ങനെ ചൊറിച്ചിലുണ്ട്. നമ്മുടെ ദീപ്തി, നമ്മുടെ ഈ ചാനലിന്റെ പേര് ഞങ്ങൾ ഇങ്ങനൊക്കെയാണ്, ദീപ്തി ചേച്ചി, പുള്ളിക്കാരി ഇടുന്ന വീഡിയോസിന്റെ അടിയിലും പോയി ചൊറിഞ്ഞ റാണി എന്ന് പറഞ്ഞൊരു പെണ്ണുപിള്ളി ഉണ്ടായിരുന്നു. അവരെല്ലാ വീഡിയോസിനും ഇതുപോലെ എഴുതുമായിരുന്നു. ഈ പുള്ളി പർട്ടിക്കുലർ ഈ വീഡിയോയ്ക്ക് മാത്രമാണ് കമന്റ് ചെയ്തേക്കുന്നത്. ഞാൻ പല കണ്ടന്റിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒന്ന് മാത്രമല്ല എന്റെ കണ്ടന്റ്. ഇപ്പം നടന്നിട്ടുള്ള ക്രൈംസിനെ കുറിച്ചിട്ടും അല്ലാതെ നമ്മുടെ ഫ്രണ്ട് ആപ്പിൽ വന്നിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചിട്ടും IB ഓഫീസറിന്റെ ഇഷ്യൂസിനെ കുറിച്ചിട്ടും അങ്ങനെ ഒത്തിരി കണ്ടന്റ് നിങ്ങളിപ്പോ എന്റെ ചാനൽ നോക്കിയാൽ കാണാം. ഒത്തിരി കണ്ടന്റ് ഉണ്ട്. ഇതൊന്നും പുള്ളിയുടെ കൺസേണേ അല്ല. പുള്ളി ഈ പർട്ടിക്കുലർ വീഡിയോയുടെ അടിയിൽ വന്നിട്ടാണ് പുള്ളി കമന്റ് ചെയ്തേക്കുന്നത്. അതിനർത്ഥം പുള്ളി ഒന്നില്ലെങ്കിൽ ഈ ടോപ്പിക്കിനെ കുറിച്ച് സെർച്ച് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പുള്ളി ഇതിന്റെ തമ്മിൽ കണ്ടിട്ട് മനഃപൂർവ്വം ക്ലിക്ക് ചെയ്തായിരിക്കണം. പുള്ളി കാണാൻ ആവശ്യമില്ലെങ്കിൽ പുള്ളി കാണണ്ട, അല്ലേ? നമുക്കിപ്പോ ഒരു വീഡിയോ തമ്മിൽ കണ്ട് നമ്മൾ അതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ വീഡിയോ ഫുള്ള് കാണുക. അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തി അത് കണ്ടതിന് ശേഷം ഞാൻ പുണ്യാളനാണ്, അത് പറഞ്ഞ ആള് അങ്ങനത്തെവളാണ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ചിലപ്പം പുള്ളി എന്താണോ ഉദ്ദേശിച്ച് വന്നത് ആ സാധനം ഈ വീഡിയോയുടെ അകത്ത് ഉണ്ടായിരുന്നു കാണില്ല. അതായിരിക്കണം പുള്ളിക്ക് ഇത്ര അങ്ങോട്ട് പുളകം കൊണ്ടത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മളിങ്ങനെ ഡീസന്റ് ആയിട്ടൊക്കെ ഇരുന്ന വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പുള്ളിയുടെ വിചാരം എന്തും പറയാം, എങ്ങനെ വേണേലും മെക്കിട്ട് കയറാം എന്ന ചിന്തയായിരിക്കും. നടക്കില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്.